Watch India's largest kids library only on Jio Hotstar. Download the app now. ആരെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യ നിയമമാണ് സത്യം. ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. രക്ഷപ്പെട്ടല്ലോ. സാർ, നിങ്ങളെ കൊണ്ട് എന്നെ പിടിക്കാനാവില്ല. ഈ റേസിൽ ഞാൻ ജയിച്ചു. പക്ഷേ ചിങ്കത്തിന് തോൽവി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. ഇന്ന് കള്ളനും പോലീസും തമ്മിൽ റേസ് നടക്കുകയാണല്ലോ. കുറച്ചുകൂടെ വേഗത്തില് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നുകൂടെ വേഗത്തിൽ ഓട്. നിങ്ങൾ ജയിക്കും ഉറപ്പാ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ ചെറിയ മനുഷ്യനായെങ്കിൽ തന്നെ എന്താ, നിങ്ങൾ തന്നെ ജയിക്കുള്ളൂ. ഇതാ ജ്യൂസ് കുടിച്ചോളൂ. എനിക്ക് തോന്നണ ചിങ്കം സാർ ഇന്ന് റേസ് തോക്കുന്നാണ്. എന്റെ അമ്മ, ഈ ഓടാനുള്ള ഡ്രസ് ഞാൻ എപ്പോഴാണ് ഇട്ടത്? ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. ഞാനിപ്പോ ജോണിനെ പിടിച്ച് ജയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അവനെ ഫോളോ ചെയ്യുന്നത്. ഈ റേസ് എപ്പോഴാ തുടങ്ങിയത്? Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. ചിങ്കം സാർ, എന്നെ കൊണ്ട് ഇതിന് മേലെ ഓടാൻ കഴിയില്ല. അവിടെ നോക്കൂ, അവിടെ ഒരു വീടുണ്ട്. അവിടെ പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം. വരൂ സാർ, നിങ്ങൾക്ക് ഞാൻ വെള്ളം കൊണ്ടുവരാം. പോവൂ സാർ. ജോൺ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. കഥ കടക്കാൻ നോക്കല്ലേ. ഇന്ത്യ നിയമമാണ് സത്യം. നല്ലവനെ പോലെ അഭിനയിക്കുന്നതൊന്നും എനിക്ക് പുതിയ സംഭവമല്ല സാർ. സോറി. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ അടച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു കല്ലിൽ നിങ്ങളെ കെട്ടി അതിനെ ഞങ്ങൾ കടലിൽ വലിച്ചെറിയാൻ പോവാണ്. ഞാൻ പോയിട്ട് വരുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യൂ സാർ. മോട്ടു, ആ കള്ളൻ ജോൺ എന്നെ ഹൗസ് അറസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു വലിയ പാറാങ്കല്ല് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. ആ പാറയിൽ എന്നെ കെട്ടി എന്നെ കടലിൽ എറിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്ലീസ്, താൻ എന്നെ രക്ഷിക്കണം. എന്തോ ചിങ്കം സാർ, നിങ്ങൾ വിഷമിക്കാതിരിക്കേ. ആ ജോണിന് എന്തുമാത്രം ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ കല്ലേ കെട്ടി ആ നദിയിലോട്ട് ഇടാൻ നോക്കും. ഞാൻ അവനെ വെറുതെ വിടൂല. ഞാൻ അവനെ അതേ കല്ലേ കെട്ടി വെള്ളത്തിൽ എറിയുന്നത് കണ്ടോ? തെറ്റ് ചെയ്യുന്ന ജോണിന് ഞാൻ വെറുതെ വിടൂല. കണ്ടോ? ഓങ്ങിയാണ് ഞാൻ അവനെ ഇടിക്കുക. അല്ല, നിങ്ങളൊക്കെ നിലത്ത് കിടന്ന് എന്ത് ചെയ്യുവോ? വല്ലതും സംഭവിച്ചായിരുന്നോ? ഇനി അഥവാ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെരി സോറി. എന്നെ നിങ്ങൾ പിന്നീട് പേടിപ്പിച്ചോ. എനിക്ക് ആദ്യം ജോണിന്റെ അടുത്ത് ആ ചിങ്കം സാറിനെ രക്ഷിക്കണം. ആ ജോണ് നമ്മുടെ ചിങ്കം സാറിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വലിയേട്ടാ, ഒന്ന് വേഗത്തിൽ കാർ എടുക്ക്. നമുക്ക് അവിടെ എത്തേണ്ടതാണ്. വേഗം. എന്റെ അമ്മ, മോട്ടു, നിങ്ങളിത് ഏതുവരെ എത്തി? ചിങ്കം സാറേ, ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു. ഉടൻ തന്നെ നിങ്ങളടുത്ത് എത്തുന്നതാണ്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ചിങ്കം സാറിന്റെ അടുത്ത് അഡ്രസ് ചോദിച്ചാലല്ലേ നമ്മളെ കൊണ്ട് പോവാൻ കഴിയൂ. ഓ സോറി. ഹലോ ചിങ്കം സാറേ. ഹലോ. അയ്യോ, ഈ നെറ്റ്വർക്ക് പോയല്ലോ. സോറി ബദലു. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചിങ്കം സാറേ. ഏതോ നദീനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ചേട്ടാ, എന്റെ ചങ്കേ ബ്രോ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നദിയുടെ അടുത്ത് പോകുന്ന വഴി കുറച്ചു മുന്നേ പോയി കഴിഞ്ഞു. അതെ, ഇപ്പൊ യൂട്ടേൺ എടുക്കണമെങ്കിൽ അതിന് കൊറേ ദൂരം പോണം. ഇപ്പൊ തിരിയാൻ പറ്റില്ല, കാരണം ഇത് വൺ വേ ആണ്. അതെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ബോസ് ബോസ് ഓടി രക്ഷപ്പെടാം. പത്ലു ജോൺ ഇതാ പാറയുമായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് വന്നേ. ചിങ്കം സാറേ, ഞങ്ങളിതാ എത്തിപ്പോയി. എന്റെ മോട്ടു, നീ എന്തിനാ ഇപ്പൊ ചിങ്കം സാറിനെ പോലെ സംസാരിക്കുന്നത്? ഫോൺ എടുത്തിട്ട് ചിങ്കം സാറും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിന് കമ്പനി കൊടുക്കുന്നു. ഇപ്പൊ ജോൺ എന്നെ പാറയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴങ്ങോട്ട് വരിക? ചിങ്കം സാർ, മോട്ടു, കമ്പനി കൊടുക്കുന്നൊന്ന് നിർത്ത്, എന്നിട്ട് വേഗത്തിൽ സംസാരിക്ക്. ചിങ്കം സാറേ, 1 കിലോമീറ്ററോട് ബാക്കിയുണ്ട്. ഞങ്ങൾ ഇപ്പൊ അങ്ങെത്തും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. എന്റെ ചങ്ക എന്റെ ബ്രോ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാറിനെ ഇപ്പോൾ നമ്മൾ ഫ്ലൈയിങ് മോഡിൽ എടുത്തിട്ട് പോണം. ഫ്ലൈയിങ് മോഡോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കാറും പറന്നു പോകുമല്ലേ? അതെ, പറക്കും, തീർച്ചയായിട്ടും പറക്കും. ഇതെന്താ സാധാരണ ആളുടെ കാറാണോ? ഇത് സയന്റിസ്റ്റിന്റെ കാറാണ്. തീർച്ചയായിട്ടും പറക്കും. വലിയേട്ടാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമായിരുന്നു. ആ, എന്റെ ചങ്ക എന്റെ ബ്രോ, എന്നെ വിട്ടേക്ക്, എന്നെ തല്ലല്ലേ. ഞാൻ എന്താ ചെയ്തത്? എന്റെ കാറ് പറക്കുന്നുള്ള കാര്യം ഞാൻ മറന്നു. അതെ, ആ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഇനി എന്റെ കാറ് പറക്കില്ല. എന്തെന്ന് വെച്ചാൽ എന്നെ തല്ലുമ്പോൾ നിങ്ങൾ കാറിന്റെ ഫ്ലൈയിങ് സ്കെച്ചിനെ പൊട്ടിച്ചു. ഇപ്പൊ ഈ കാറിനെ ഓട്ടിയിട്ട് തന്നെ എടുത്തിട്ട് പോണം. ആ, അതെ. പൊളിച്ചെടുത്തല്ല, നിങ്ങൾ കാരണം എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മോട്ടു, ഡോക്ടറെ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പൊ നമ്മളെങ്ങനെ പറക്കുക? മോട്ടു ജോണിനെ കടലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വരൂ. ചിങ്കം സാറേ, നിങ്ങൾ എന്നോട് പറയുമ്പോ ഒന്ന് വേഗത്തിൽ പറ. അപ്പോഴേ എനിക്ക് നിങ്ങളെ പോലെ പറയാൻ പറ്റൂ. കാരണം ഇവിടെ എല്ലാവരും എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കുക. മോട്ടു ജോണിനെ കടലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വാ. ചിങ്കം സാറേ, ഞങ്ങൾ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജഡ്ക, വേഗം കാർ യൂ ടേൺ എടുത്തിട്ട് ചിങ്കം സാറിന്റെ പുറകിൽ വിട്, വേഗം. ചേട്ടാ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാനെന്ത് ചെയ്യാനാ? ഇവിടെ യൂട്ടേനെ കാണാനില്ലല്ലോ. യൂ ടേണിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? പത്തുലു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞങ്ങളോട് അതൊന്ന് പറഞ്ഞിട്ട് ചെയ്തോടെ നിനക്ക്. ജോൺ, അവിടെ നിൽക്കേ. ഓഹോ, മോട്ടു, നീ ഇവിടെ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേற்பாடுകൾ ചെയ്തത്. ഈ ചിങ്കം സാറിന് ഞാൻ തീർച്ചയായിട്ടും കടലിലിടും. എന്റെ ബോഡി ഗാർഡ്സ് എന്നെ തല്ലാൻ വരികയാണ്. ആരടിച്ചേ? ബൈ ബൈ ചിങ്കം സാർ. മോട്ടു, സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ.
സമയമായിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കില്ല. ബൈ വേഗം നമ്പർ 1 നമ്പർ 2 എന്നെ വേഗം പുറത്തെടുക്കടാ. ജോൺ, നീ എന്നെ പറ്റിച്ച് തടവ് പുള്ളിയാക്കാൻ നോക്കി. പക്ഷേ തടവ് പുള്ളിയാവാൻ എനിക്കല്ല, നിനക്കാണ് നന്നായി സൂട്ട് ആകുന്നത്. യാ, നീയാണ് തടവ് പുള്ളി നമ്പർ 1. Watch India's largest kids library only on Geo Hotstar. Download the app now.